വിപ്ലവ വനിതയ്ക്ക് വിട. ശേഷം LLB ബിരുദമെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ് ഗൗരിയമ്മ. അതിനുശേഷം ഗൗരി തളരാത്ത ഗൗരി കലി കൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ ഇതിഹാസം KR ഗൗരിയമ്മയ്ക്ക് ആദരമർപ്പിച്ച് കേരളം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 7 മണിയോടെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. 102 വയസ്സായിരുന്നു. ഐക്യ കേരളം പിറന്ന നാൾ തൊട്ട് ഇന്നേ വരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഗൗരിയമ്മ ജ്വലിച്ചു നിൽക്കുന്ന പേരാണ്. ഭരണ രാഷ്ട്രീയ രംഗത്ത് എന്നും പോരാട്ടത്തിന്റെ മുഖമായിരുന്നു ഗൗരിയമ്മയ്ക്ക്. തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജന്മനാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അയ്യങ്കാളി ഹാളിലെത്തി ഗൗരിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ നഗരത്തിലെ SDV സ്കൂളിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങിലും 300 പേർക്കാണ് പ്രവേശനം. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് പോലീസ് പാസ് നിർബന്ധമാണ്. ഗൗരിയമ്മയോടുള്ള ആദരസൂചകമായി CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പതാക താഴ്ത്തിക്കെട്ടി. ഇപ്പോൾ VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഗൗരിയമ്മയ്ക്ക് തലസ്ഥാനം വിട നൽകിയിരിക്കുകയാണ്. പൂർണ്ണ ബഹുമതികളോടെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആരൊക്കെയാണ് എത്തിയത്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? പതിറ്റാണ്ടുകളോളം ഗൗരിയമ്മയുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു തലസ്ഥാനം. അത് ആ തലസ്ഥാന നഗരിയാണ് ഇപ്പോൾ ഗൗരിയമ്മയ്ക്ക് വിട നൽകുന്നത്. അയ്യങ്കാളി ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ, KC വേണുഗോപാൽ MP തുടങ്ങി നിരവധി പ്രമുഖർ, VM സുധീരൻ അടക്കം നിരവധി പ്രമുഖർ ഗൗരിയമ്മയ്ക്ക് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തിയായ വനിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അയ്യങ്കാളി ഹാളിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് പൊതുദർശനം അവസാനിപ്പിച്ചപ്പോൾ ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയാണ്. വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴയിൽ വലിയ ചുടുകാട്ടിൽ തന്റെ പ്രിയ സഖാവായിരുന്ന TV തോമസിന്റെ സ്മാരകത്തിനരികിൽ കേരളത്തിന്റെ വിപ്ലവ നായികയ്ക്ക് ചിതയൊരുക്കും. അവിടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. ആലപ്പുഴയാണ് ഗൗരിയമ്മയ്ക്ക് പ്രിയപ്പെട്ട ഭൂമിയെങ്കിലും തിരുവനന്തപുരവുമായി അഭേദ്യ ബന്ധമാണ് ആ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പലതവണ മന്ത്രിയായി തലസ്ഥാന നഗരിയിലെ ഒരു സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിയന്ത്രിച്ച പ്രധാന നേതാക്കൾ ഒരാളായിരുന്നു KR ഗൗരിയമ്മ. നിയമസഭയിൽ വിജയിക്കുന്നു. 65 മുതൽ 77 വരെയും 80 മുതൽ 2006 വരെയും അരൂരിൽ നിന്ന് നിയമസഭാംഗം. ആദ്യ EMS മന്ത്രിസഭ മുതൽ കേരള രാഷ്ട്രീയത്തിലെ ഭരണം നിയന്ത്രിച്ച നേതാവ്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിന് ഉടമ. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ എല്ലാ നേതാക്കളും ആദരിക്കുന്ന നേതാവ്. CPM നിന്ന് തെറ്റിപ്പിരിഞ്ഞ് AS രൂപീകരിച്ചെങ്കിലും ഒടുവിൽ ഇന്ന് CPM അവർക്ക് അർപ്പിച്ച ആദരവ് തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരിയമ്മ കേരള രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് CPM നിന്നും വ്യക്തമാകുന്നതാണ്. സാധാരണഗതിയിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ മാത്രമാണ് AK സെന്ററിലെ പാർട്ടി പതാക താഴ്ത്തി അവിടെ കറുത്ത കൊടി കെട്ടുന്നത്. ഇന്ന് സമാനമായ ആദരവ് അയ്യങ്കാളി ഹാളിൽ നടന്ന പൊതുദർശനത്തിന് മുന്നോടിയായി CPM നേതാക്കൾ A വിജയരാഘവന്റെയും MA വിപിയുടെ നേതൃത്വത്തിൽ പാർട്ടി പതാക പുതച്ചാണ് ഗൗരിയമ്മയ്ക്ക് അന്തിമ യാത്ര നൽകുന്നത്. ഗൗരിയമ്മ പതിറ്റാണ്ടുകൾ നീണ്ട പിണക്കത്തിന് ശേഷം CPMലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച നേതാക്കൾ നിരവധിയാണ്. മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചവർ നിരവധിയാണ്. പക്ഷേ അവസാനവും അവർ CPMന്റെ അംഗത്വത്തിലേക്ക് കടന്നു വന്നില്ല. ഒരിക്കൽ ഇറങ്ങിപ്പോയ AK സെന്റർ പടികൾ പിന്നീട് ഒരിക്കലും
KR ഗൗരി ചവിട്ടിയില്ല. അവർ പകരം 2 വർഷം മുമ്പ് ഒരു പൊതുപരിപാടിയിൽ വസന്തത്തിന്റെ കന്നഡ എന്ന സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പൊതുപരിപാടിയിൽ KR ഗൗരിയമ്മ AKG ഹാളിൽ എത്തിയിരുന്നു. പക്ഷേ അവർ AKG സെന്ററിന്റെ പടി ചവിട്ടിയില്ല. അവിടേക്ക് അവർ കടക്കുമെന്ന് പ്രതീക്ഷിച്ചവർ നിരവധിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ അതിനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന KR ഗൗരിയമ്മയാണ് നമ്മൾ അന്ന് കണ്ടത്. പിന്നീട് CPM-ന്റെ പ്രധാന നേതാക്കൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ പലതവണ ഗൗരിയമ്മയുടെ വസതിയെത്തി അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോഴും സമയമായില്ല എന്നാണ് ഗൗരിയമ്മ പറഞ്ഞത്. അവർ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അവരുമായിട്ട് അടുപ്പമുള്ളവർ പലവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒടുവിലും അവസാന നിമിഷവും KR ഗൗരിയമ്മ പാർട്ടിയിലേക്ക് വന്നില്ല. പക്ഷേ പാർട്ടിയുടെ ചെമ്പതാക പുതപ്പിച്ചു തന്നെയാണ് KR ഗൗരിയമ്മയ്ക്ക് CPM നേതാക്കൾ അന്തിമ യാത്രയപ്പ് നൽകുന്നത്. രക്തസാക്ഷി വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലും KR ഗൗരിയമ്മയ്ക്ക് പാർട്ടി ഒരുപക്ഷെ പാർട്ടി സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ഒരു യാത്രയപ്പാകാം അവിടെ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം നൽകുന്നത്. BJP ഹാളിൽ അയ്യങ്കാളി ഹാളിന്റെ കാഴ്ച ഗൗരിയമ്മയ്ക്ക് അന്തിമ യാത്ര ഗൗരിയമ്മയുടെ യാത്രയ്ക്ക് നിശ്ചയിച്ചിരുന്ന ആംബുലൻസിൽ JSS-ന്റെ പതാക കുറച്ചുനേരം ദേശപ്രവർത്തകർ കെട്ടിയിരുന്നപ്പോൾ പിന്നീട് CPM നേതാക്കൾ ഇടപെട്ട് അതെടുത്ത് മാറ്റി പാർട്ടിക്കൊടി കെട്ടുന്നത് നമ്മൾ കണ്ടു. അതായത് CPM-ന് KR ഗൗരിയമ്മ അന്യയല്ല. CPM നേതാവായി തന്നെയാണ് ഗൗരിയമ്മയ്ക്ക് ഔദ്യോഗികമായ പാർട്ടി അംഗത്വമില്ലെങ്കിൽ കൂടിയും അത്തരമൊരു യാത്രയപ്പാണ് സംസ്ഥാനത്ത് CPM നൽകുന്നത്. രാഷ്ട്രീയ കേരളം നൽകുന്നതും അവർക്ക് അർഹിച്ച യാത്രയപ്പ് തന്നെയാണ് രേണുക. ശരി, VV അരുൺ ഇപ്പോൾ വിലാപയാത്രയ്ക്കൊപ്പമാണുള്ളത്. അയ്യങ്കാളി ഹാളിൽ നിന്നും വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി പോവുകയാണ്. അതിനോടൊപ്പമാണ് VV അരുൺ ഉള്ളത്. എന്തായാലും ഒരുപാട് നാൾ നെഞ്ചോട് ചേർത്ത ചെങ്കൊടി പുതപ്പിച്ച് ഗൗരിയമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ ബഹുമതികളോടും കൂടിയാണ് യാത്രയയപ്പ്. അവസാന യാത്രയയപ്പ് കുറേ നാൾ, വളരെയധികം നാൾ പ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരം വിട്ട് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ അയ്യങ്കാളി ഹാളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപാട് പ്രമുഖർ, മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപാട് പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ അവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചു. നമുക്ക് മറ്റ് ദൃശ്യങ്ങളും ലഭ്യമായിരുന്നു. സാധാരണക്കാരായ ഒരുപാട് പേർ നിറകണ്ണുകളോടെ ഗൗരിയമ്മയുടെ യാത്രയറിഞ്ഞ് അവിടെ എത്തുന്നുണ്ടായിരുന്നു. വലിയൊരു യാത്രയപ്പാണോ തലസ്ഥാന നഗരം നൽകിയത് ഗൗരിയമ്മയ്ക്ക്? ഒരുപക്ഷെ ഇതല്ലായിരുന്നു ഗൗരിയമ്മയ്ക്ക് ഈ ഒരു യാത്രയപ്പല്ലായിരുന്നു, ഈ കാലഘട്ടമല്ലായിരുന്നു എങ്കിൽ നൽകേണ്ടിയിരുന്നത്. എങ്കിൽ പോലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നൽകാവുന്ന ഏറ്റവും വലിയ യാത്രയയപ്പ് ഇന്ന് ഈ അയ്യങ്കാളിക്കാളിൽ കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി, ഗവർണർ, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ അടക്കമുള്ളവർ നേരിട്ടെത്തി ഗൗരിയമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഒരുപക്ഷെ ഇതായിരുന്നില്ല സാഹചര്യമെങ്കിൽ ഈ അയ്യങ്കാളി ഹാളിൽ ഇപ്പോഴും ഗൗരിയമ്മയുടെ മൃതദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി, ഗൗരിയമ്മയുടെ ആരാധകർക്ക് വേണ്ടി, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി കാത്തുവെച്ചേനെ. ഒരുപക്ഷെ വൈകിട്ട് കഴിഞ്ഞു പോയാൽ പോലും, ഒരുപക്ഷെ മണിക്കൂറുകൾ പോലും ഇവിടെ ഈ മൃതദേഹം കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കേണ്ടിയിരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇന്ന് സാഹചര്യം അങ്ങനെയല്ല. നമുക്കറിയാം, കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമാണ്, ലോക്ക്ഡൗൺ ആണ്, വലിയ രീതിയിൽ കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു പൊതുദർശനം അത് വലിയ ചുരുങ്ങിയ ചടങ്ങുകളായി മാറ്റിയത്. എങ്കിൽ പോലും ഗൗരിയമ്മയോട് അടുപ്പമുള്ളവർ, ഗൗരിയമ്മയെ ആരാധിച്ചിരുന്നവർ, തൊട്ട് സമീപത്ത് എത്താൻ കഴിയുന്നവർ, നമുക്ക് നമ്മുടെ ബൈറ്റുകളിലെല്ലാം തന്നിരുന്നു. തൊട്ട് സമീപത്ത് നിന്ന് സാധാരണ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പോലും നേരിട്ടെത്തി വിങ്ങിപ്പൊട്ടി ഗൗരിയമ്മയെ ഒരു നോക്ക് കണ്ട് ഈ അയ്യങ്കാളി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച. എന്തായാലും മണിക്കൂറുകൾ കൊണ്ട് തന്നെ, ഒരു 20 മിനിറ്റ് ആയിട്ടില്ല ഇവിടെ നിന്ന് മൃതദേഹം മാറ്റിയിട്ട്. അതിനു മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം വളരെ വൃത്തിയാക്കി, ഇവിടെ ഒരു പൊതുദർശന ചടങ്ങ് നടന്നതിൻ്റെ സൂചനകളൊന്നും ഇല്ലാതെ തന്നെ വൃത്തിയാക്കി മാറ്റിക്കഴിഞ്ഞു. എന്തായാലും ഗൗരിയമ്മയെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ഗൗരിയമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗൗരിയമ്മയെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. പഠനകാലത്തിൽ LLB അടിക്കാനായി തിരുവനന്തപുരത്ത് എത്തിയതാണ്. തുടർന്ന് ഭരണസിരാ കേന്ദ്രത്തിൽ ഭരണം നടത്തി, അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭ, കൃഷി മന്ത്രിസഭ മുതൽ
ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഗൗരിയമ്മ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഗൗരിയമ്മ എത്തിയിരുന്നത്. അവസാന മണിക്കൂറുകൾ പോലും ഒരു പോരാട്ടത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു. പല ഘട്ടത്തിലും അത് ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോൾ പോലും ഒരു പോരാളിയെ പോലെ തിരിച്ചു വന്നിരുന്നു. ഒരു 2 തവണ അണുബാധ കൂടുതൽ രൂക്ഷമായി വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് തിരിച്ചു വന്ന് പ്രതീക്ഷ നൽകിയെങ്കിൽ പോലും ഇന്ന് രാവിലെ വീണ്ടും ഗുരുതരമായി മരണം സംഭവിക്കുകയായിരുന്നു. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ ഇതിഹാസ നായികയ്ക്ക് തലസ്ഥാന നഗരം വിട പറഞ്ഞിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സാധ്യമായ യാത്രയയപ്പാണ് ചരിത്ര വനിതയ്ക്ക് നൽകുന്നത്. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ്, അതൊരു വിലാപയാത്ര, ചെറിയ വിലാപയാത്രയായി തന്നെയാണ് നഗരം വിട്ട് ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, അവിടെ SDV സ്കൂളിലാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകളും തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴേക്ക് സംസ്കാരം നടക്കും? ചാത്തനാട്ടെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് കൊണ്ട് പോകുമോ മൃതദേഹം? എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ തീരുമാനങ്ങളിൽ? വൈകിട്ട് 6 മണിക്ക് വലിയ ചുടുകാട്ടിൽ ആണ് ഗൗരിയമ്മയുടെ സംസ്കാരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി TV അടക്കമുള്ള ആളുകൾ അന്തി ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് തന്നെ ഗൗരിയമ്മയ്ക്ക് ചിതയൊരുങ്ങും. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ചാത്തനാട്ടെ വസതിയിലാണ്. ഗൗരിയമ്മയുടെ ദീർഘകാല ജീവിതം ചിലവഴിച്ച ചാത്തനാട്ടെ വീട്ടിലാണ്. ഇവിടെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഗൗരിയമ്മയുടെ വിയോഗമറിഞ്ഞ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, മഹാവ്യാധിയുടെ കോവിഡ് എന്ന പ്രതിസന്ധിയുടെ കാലത്താണ് ഗൗരിയമ്മ യാത്ര പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു യാത്രമൊഴി കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ, രാഷ്ട്രീയ ചരിത്രത്തിലെ ഇടം പിടിച്ച KR ഗൗരിയമ്മയ്ക്ക് അത്ര കണ്ട് യാത്രാമൊഴി നൽകാനാവാത്തൊരു സാഹചര്യവും പ്രതിസന്ധിയുമുണ്ട്. അത് പ്രവർത്തകരിലുമൊക്കെ അത്തരത്തിലൊരു ദുഃഖമുണ്ട്. കാരണം ധാരാളമായ ആളുകൾക്ക് വരാനായി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കാരം നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആളുകൾ എത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. 3 മണിയോടുകൂടി ആലപ്പുഴയിൽ ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ SDB സെനറ്ററി ഹാളിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. അവിടെ പൊതുദർശനത്തിന് ശേഷം ആണ് വൈകിട്ട് 6 മണിയോടുകൂടി സംസ്കാരം നടത്താനാകുമെന്നാണ് കരുതുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ എത്തും. എന്നാലും പ്രധാനപ്പെട്ട ആരൊക്കെ എത്തും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കറിയാം, ദീർഘമായ ഒരു ചരിത്രം, ഗൗരിയമ്മയുടെ ജീവിതത്തിലെ ദീർഘമായ ഒരു കാലയളവ് ചിലവഴിച്ച ചാത്തനാട്ടെ വസതിയാണ് ഇത്. സ്വാഭാവികമായും ഗൗരിയമ്മയുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ പലതും കൈക്കൊണ്ടിട്ടുണ്ട്. TVയുടെ കൈപിടിച്ച് TVയുമായി താമസിക്കാനായി പണിത വീടാണ് ഈ കളത്തിൽപ്പറമ്പിൽ വീട്. ഗൗരിയമ്മ ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് വിയാത്ര എന്ന പ്രദേശത്തായിരുന്നു ജനിച്ചത്. അവിടെ കളത്തിൽപ്പറമ്പിൽ രാമന്റെയും ഒപ്പം തന്നെ പാർവതിയമ്മയുടെയും മകളായി വളരെയധികം സാമ്പത്തികമായി മുന്നോക്കം നിന്നിരുന്ന കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഗൗരിയമ്മ പിന്നീട് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ ആകർഷനായി 2ാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ജനങ്ങളുടെ ജീവിതത്തിന്റെ ദുരവസ്ഥ കണ്ട് അത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് സ്വന്തം സഹോദരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരികയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തിളങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു KR ഗൗരിയമ്മയുടേത്. അച്ഛൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആശയം വളരെയധികം മുന്നോട്ട് വെച്ചിരുന്ന ഒരാളായിരുന്നു ഗൗരിയമ്മയുടെ അച്ഛൻ കളത്തിൽപ്പറമ്പിൽ കുമാരൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ച ഒരു മകളായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഗൗരിയമ്മ കൂടുതൽ ശക്തമായി, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കയർത്തൊഴിലാളികളുടെ ഇടയിലൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചു വന്നിരുന്നുവെങ്കിലും അതിനുശേഷം പൂർണ്ണമായി ഗൗരിയമ്മ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയായിരുന്നു. TVയെ കണ്ടുമുട്ടിയതും യാത്രയിലെ വീട്ടിൽ വെച്ചായിരുന്നു. എന്തായാലും വളരെയധികം ചരിത്രം കുറിച്ച ഈ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 3 മണിയോടുകൂടി കേരളത്തിന്റെ വിപ്ലവ നായിക സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ SDV സ്കൂളിലാണ് പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം 6 മണിയോടെ സംസ്കാര ചടങ്ങുകൾ. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ജീവിതത്തെ നാടിന്റെ മോചന പോരാട്ടത്തിന്റെ വീരേതിഹാസമാക്കി മാറ്റിയ ധീരനായികയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുസ്മരണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ ഗൗരിയമ്മ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ആധുനിക കേരളത്തിന്റെ ചരിത്രം അവരുടെ ജീവചരിത്രം കൂടിയാണ്. ഗൗരിയമ്മയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് ഏതൊരു മലയാളിയുടെയും അഭിമാനമാണ്. സമൂഹത്തെ പുരോഗമനോന്മുഖവും മനുഷ്യോചിതവുമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഗൗരിയമ്മയുടെ ജീവിതം. നവോത്ഥാന രാഷ്ട്രീയ നീക്കങ്ങളെ ശക്തിപ്പെടുത്തി മുന്നേറുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതാകട്ടെ വിയോഗവേളയിൽ ഗൗരിയമ്മയ്ക്കുള്ള ആദരാഞ്ജലിയെന്നും മുഖ്യമന്ത്രി കുറിച്ചു.
കേരളത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഗൌരിയമ്മ കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമെന്ന് വി എസ് അച്യുതാനന്ദൻ. ഗൌരിയമ്മയുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്നു. ഗൌരിയമ്മയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതായും കേരളവും അങ്ങനെ തന്നെയാണെന്നും വി എസ് അനുസ്മരിച്ചു. ഒരു ഭീകരതയ്ക്കും കീഴ്പ്പെടുത്താനാകാത്ത ഉറപ്പിന്റെ പ്രതീകമാണ് ഗൌരിയമ്മയെന്ന് മന്ത്രി കെ ശൈലജ. കേരളത്തിന് യുഗപ്രഭാവിയായ നേതാവിനെയാണ് നഷ്ടമായതെന്നും കെ ശൈലജ പറഞ്ഞു. സഖാവ് ഗൗരിയമ്മ നമ്മോട് വിടവാങ്ങിയിരിക്കുകയാണ്. യുഗപ്രഭാവയായ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് ഗൗരിയമ്മ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഭീകരതക്കും ഒരു അതിക്രമത്തിനും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഉറപ്പിന്റെ പ്രതീകമായിരുന്നു സഖാവ് ഗൗരിയമ്മ. പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ പൊതുരംഗത്ത് ശരിയായി പ്രവർത്തിക്കാൻ ആവേശം നൽകിയ ജനങ്ങളുടെ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഗൗരിയമ്മ എന്നും ജനമനസ്സുകളിൽ ഉണ്ടാകും. കേരളമുള്ളിടത്തോളം കാലം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉദാത്തമായ മാതൃകയായി അവരുടെ പ്രവർത്തന രീതി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഖാവ് ഗൗരിയമ്മ ഞങ്ങളുടെ എല്ലാം ആവേശമാണ്. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ അവരുടെ വേർപാടിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തലകുനിക്കുന്നു. AK ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വളരെ പ്രാഗൽഭ്യത്തോടുകൂടി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൻ്റെ വിപ്ലവ നായിക, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും ആരാധ്യയായ നേതാവ് ഗൗരിയമ്മ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു. ഈ കേരളത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അത്യധ്വാനം ചെയ്ത ആ നേതാവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്നും ഗൗരിയമ്മയുടെ ഓർമ്മകൾ കേരളത്തിലെ ജനമനസ്സുകൾ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിലെ ഐതിഹാസിക നായികയാണ് ഗൗരിയമ്മ എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൗരിയമ്മയ്ക്ക് തുല്യം ഗൗരിയമ്മ മാത്രം. ഇനി മറ്റൊരു ഗൗരിയമ്മ ഉണ്ടാകാൻ എന്ന് എത്ര കാലം കാത്തിരിക്കണമെന്ന് അറിയില്ല. KR ഗൗരിയമ്മയെ പോലുള്ള അധികായ ഒരു നേതാവ് എൻ്റെ മന്ത്രിസഭയിൽ അംഗമായി എന്ന് പറയുന്നത് ഞാൻ ബഹുമതിയായി കണക്കാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളെ സ്പർശിച്ച സാന്നിധ്യമായിരുന്നു സഖാവ് KR ഗൗരിയമ്മയുടെ. സ്വാഭാവികമായിട്ടും അവരെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ മികച്ച പാർലമെൻ്ററി പ്രവർത്തനമാണ് കടന്നു വരിക. നമുക്കൊപ്പം നിന്ന് പോരാടുകയും പൊരുതുകയും സ്നേഹിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കേരളം എക്കാലത്തും ഓർത്തു വെക്കുന്ന ദീപ്തമായ ഓർമ്മകൾ സമ്മാനിച്ചാണ് ഗൗരിയമ്മ നമ്മളിൽ നിന്നും വിടവാങ്ങിപ്പോകുന്നത്. കേരളത്തിലെ ആദ്യ തലമുറ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിത്വങ്ങളൊന്നായിരുന്നു. സ്ത്രീ ആയതുകൊണ്ടുള്ളൊരു പരിഗണനയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, തന്റെ സഹപ്രവർത്തകർക്കെല്ലാം ഒപ്പം തുല്യതയുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു സ്ഥാനം തന്നെ അവർക്ക് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. വെട്ടിത്തുറന്ന് അഭിപ്രായങ്ങൾ പറയല് അത് അവരുടെ ഒരു ശൈലിയുടെ ഭാഗമായിരുന്നു. അവരുടെ വിയോഗം അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല നാടിനും വലിയ നഷ്ടമാണ്. ഗൗരിയമ്മയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചിലർ വിശേഷിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ യുഗമാണ് അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു യുഗാവസാനമാണ് നമ്മൾ കാണുന്നത്. ഗൗരിയമ്മ രാഷ്ട്രീയ രംഗത്ത് വരുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നതുമെല്ലാം തന്നെ സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വമെടുത്താൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലും ആകാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്നൊരു കാലം. ഒരു മരണ വാറണ്ടിൽ ഒപ്പിട്ട് വാങ്ങുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ആ കാലഘട്ടത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകി മഹാരഥന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മുൻനിരയിൽ
ഒരു സ്ഥാനം പിടിച്ച് കസേരയിട്ട് കയറിയിരുന്ന ആളാണ് ഗൗരിയമ്മ. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ധീരവനിത, ഒരുപക്ഷെ ഇന്ത്യ തന്നെ കണ്ടിട്ടില്ലാത്തൊരു ധീരവനിതയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നിയമസഭക്കകത്തും പുറത്തും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് മരിക്കുന്നത് വരെ ഒരു വിപ്ലവകാരിയായി, ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച മഹൽ വ്യക്തിത്വമാണ് സഖാവ് ഗൗരിയമ്മയുടേത്. രാഷ്ട്രീയമായും ഭരണപരമായും പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ള ക്രെഡിറ്റ്, ആ നേട്ടം അവർക്ക് എന്നും അർഹതപ്പെട്ടതാണ്. ഉയർന്ന കാര്യങ്ങൾ പഠിക്കുകയും തനിക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യം നടപ്പിലാക്കുന്നതിൽ പ്രത്യേക താല്പര്യങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഗൗരിയമ്മ. നമ്മൾ ചരിത്രത്തോടൊപ്പം നടക്കുന്ന ധാരാളം ആളുകളെ കണ്ടത്. ഗൗരിയമ്മ ചരിത്രത്തിന് മുന്നിൽ നടന്നയാളാണ്. കേരള സമൂഹത്തിൻ്റെ പുനർസൃഷ്ടി ശ്രദ്ധേയമായ പങ്കാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. കാർഷിക പരിഷ്കരണ നിയമം ഉൾപ്പെടെ പുരോഗമനപരമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് ഗൗരിയമ്മയുടെ വേർപാട്. KR ഗൗരിയമ്മയുടെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെയോ പ്രവർത്തകർക്ക് മാത്രമല്ല, മലയാളികൾക്ക് ആകെ വലിയ ഒരു ആഘാതമാണ്. സഖാവ് ഗൗരിയമ്മ കുറേ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ക്ഷയാവലംബിയായിരുന്നു. എന്നാലും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളോട് പ്രതികരിച്ചിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന അതുല്യയായ ജനകീയ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് ഗൗരിയമ്മ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ഗൗരിയമ്മയുടെ ഒരു ആരാധകനായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഗൗരിയമ്മയെ നേരിട്ട് പരിചയപ്പെടാൻ ഒരവസരം കിട്ടിയത്. രാഷ്ട്രീയ കാര്യങ്ങളല്ല, ചങ്ങമ്പുഴയെ കുറിച്ചാണ് ഗൗരിയമ്മയോട് ഞാൻ ചോദിച്ചതും അവർ പറഞ്ഞതും. ചങ്ങമ്പുഴയുടെ സഹപാഠി എന്ന നിലയിൽ എനിക്ക് ഗൗരിയമ്മ അത് എന്നും ഒരത്ഭുതമായിരുന്നു. ചങ്ങമ്പുഴയുടെ കൂടെ പഠിച്ച ഒരാൾ എന്ന നിലയിൽ അത്ഭുതത്തോടെ ഞാനിങ്ങനെ അവരെ നോക്കുമായിരുന്നു, അവരോട് ചോദിക്കുമായിരുന്നു ചങ്ങമ്പുഴയെ കുറിച്ച്. അപ്പൊ കൂടുതലും ചങ്ങമ്പുഴയെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ. പിന്നീട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമം തോന്നി. ആ അന്നത്തെ വിവാദങ്ങളും എല്ലാം എന്നെ വളരെയധികം വിഷമിപ്പിച്ചപ്പോഴാണ് ഞാൻ ആ കവിത എഴുതുന്നത്. ഗൗരിയമ്മയെ പ്രമുഖർ അനുസ്മരിച്ചതാണ് കണ്ടത്. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന് മലയാളത്തിന്റെ ആദരാഞ്ജലി. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. രാജാവിന്റെ മകനും ന്യൂഡൽഹിയും ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതിയത് ഡെന്നിസ് ജോസഫായിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ നടക്കും. മലയാളി എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചാണ് ഡെന്നിസ് ജോസഫ് വിട വാങ്ങുന്നത്. ഏറ്റുമാനൂർ ചെറുവാണ്ടൂരിലെ വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ അദ്ദേഹത്തെ കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചു. ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു ഡെന്നിസ് ജോസഫ്. ന്യൂസ് 18 കോട്ടയം. എഴുത്തുകാരനും നടനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിതനായിരുന്നു. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.